ഹായ് ഫ്രണ്ട്സ്, കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? തുടങ്ങിയാലോ? 1001 രാത്രികളിലെ 15ാമത്തെ കഥയുടെ 3ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ 3ാമത്തെ കലാന്തർ പറഞ്ഞ കഥ. വെങ്കലം കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിലെത്തിയ രാജകുമാരനെ കൂട്ടിക്കൊണ്ടുപോയ ആ 10 യുവാക്കൾ എങ്ങനെയാണ് ഒറ്റക്കണ്ണന്മാരായതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കേട്ടോളൂ. അവരുടെ അസാധാരണമായ പ്രവർത്തനങ്ങൾ കണ്ട് സഹികെട്ട രാജകുമാരൻ അവരോട് ചോദിച്ചു, മാന്യരെ, നിങ്ങൾ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? നിങ്ങളെല്ലാവരും ഒറ്റക്കണ്ണന്മാരായത് എങ്ങനെ? തനിക്ക് ഇതറിയണമെന്ന് നിർബന്ധമാണോ? തനിക്കും ഒറ്റക്കണ്ണനാകണമെന്നുണ്ടോ? അവർ ചോദിച്ചു. ഒറ്റക്കണ്ണനായാലും തരക്കേടില്ല, എൻ്റെ ജിജ്ഞാസ ശമിച്ചേ തീരൂ, ഞാൻ പറഞ്ഞു. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ, എന്ത് സംഭവിച്ചാലും അതിനുത്തരവാദി നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് വൃദ്ധൻ ജീവനുള്ള ഒരാടിനെ കൊണ്ടുവന്നു. അതിനെ കൊന്നു തൊലിയുരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ ഇതിനുള്ളിലാക്കി കെട്ടിത്തൂക്കും, എന്നിട്ട് മുറ്റത്ത് നിക്ഷേപിക്കും. രുക്കു എന്ന ആനറാഞ്ചി പക്ഷി ആടാണെന്ന് കരുതി നിങ്ങളെ കൊത്തിയെടുത്ത് പറന്നു പോകും. ആള് കയറാ മലമുകളിൽ കൊണ്ടുചെന്ന് കൊത്തി തിന്നാൻ ഒരുങ്ങുമ്പോൾ കത്തിയെടുത്ത് ആട്ടിൻ തോല് മുറിച്ച് പുറത്തു വരണം. അപ്പോൾ ആനറാഞ്ചി പക്ഷി പറന്നു പോകും. അത് മനുഷ്യരെ തിന്നുകയില്ല. നിങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നാൽ ഒരു കൂറ്റൻ കൊട്ടാരത്തിന് മുന്നിലെത്താം. മുത്തും പവിഴവും പതിച്ച അതിൻ്റെ വാതിലിൽ കൂടി അകത്ത് ചെന്നാൽ ചില കാഴ്ചകൾ കാണാം. അതിൻ്റെ ഫലമായി ഞങ്ങളെപ്പോലെ ഒരു കണ്ണ് നഷ്ടപ്പെട്ട് പിന്നീട് പാശ്ചാത്തപിച്ച് കാലം കഴിക്കാം. എന്തും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ആട്ടിൻ തോല് പൊതിഞ്ഞ് മുറ്റത്തു വച്ചു. പെട്ടെന്ന് ആനറാഞ്ചി പക്ഷി പറന്നു വന്ന് കൊത്തിയെടുത്ത് ആകാശത്തേക്കുയർന്നു. മലമുകളിൽ എത്തിയപ്പോൾ കത്തിയെടുത്ത് കെട്ടുകൾ മുറിച്ച് ഞാൻ സ്വതന്ത്രനായി. ഒരു വല്ലാത്ത ശബ്ദമുണ്ടാക്കിക്കൊണ്ട് 10 ആനകളുടെയും 20 ഒട്ടകങ്ങളുടെയും വലിപ്പമുണ്ടായിരുന്ന ആ പക്ഷി പറന്നുപോയി. ഞാൻ അവിടെ നിന്ന് വേഗം നടന്ന് ഒരു കൊട്ടാരത്തിനടുത്തെത്തി. അതുപോലൊരു കൊട്ടാരം ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്വർണ്ണപ്പാളികൾ കൊണ്ട് തീർത്ത വാതിലിൽ മുത്തും രത്നങ്ങളും പതിച്ചിരുന്നു. വിലപിടിച്ച ആഡംബര വസ്തുക്കൾ കൊണ്ട് കൊട്ടാരമാകെ അലങ്കരിച്ചിരുന്നു. പ്രധാന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ചപ്പോൾ 40 പെൺകുട്ടികൾ എന്നെ വളഞ്ഞു. ആ അപൂർവ സൗന്ദര്യധാമങ്ങൾ മധുര സ്വരത്തിൽ മൊഴിഞ്ഞു, അങ്ങയ്ക്ക് സ്വാഗതം, അങ്ങയുടെ അടിമകളാണ് ഞങ്ങൾ. ഒരാൾ വെള്ളവും ഉറുമാലുമായി വന്ന് എൻ്റെ കാലുകൾ കഴുകി തുടച്ചു. മറ്റൊരുത്തി പുതിയ പട്ടുകുപ്പായം എന്നെ അണിയിച്ചു. മൂന്നാമതൊരാൾ ശീതളപാനീയം പകർന്നു തന്നു. വേറൊരുത്തി പുഞ്ചിരിച്ചുകൊണ്ടും മറ്റൊരാൾ കണ്ണിറുക്കി കാണിച്ചും എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. എൻ്റെ ചുറ്റും തൊട്ടും തലോടിയും നിന്ന അവർ പറഞ്ഞു, പുരുഷൻ്റെ സാമീപ്യം അറിഞ്ഞിട്ട് ഒരുപാട് നാളായി. അങ്ങയുടെ കഥ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. 1-ാം തരം മാംസവും ഉത്തമങ്ങളായ പാനീയങ്ങളും ഉൾപ്പെട്ട ഭക്ഷണത്തിന് ശേഷം സംഗീതവും നൃത്തവും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി നമുക്ക് കിടന്നുറങ്ങാം. അങ്ങയ്ക്ക് ഞങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കാം. ആരായാലും ഞങ്ങൾക്ക് പരാതിയില്ല. കാരണം 40 ദിവസത്തിലൊരിക്കൽ ഒരാൾക്ക് നറുക്കി വീഴാതിരിക്കില്ല. ഞാൻ കണ്ണടച്ച് കൈ നീട്ടി ഒരാളെ കടന്നു പിടിച്ചു. കണ്ണു തുറന്നപ്പോൾ ആ സൗന്ദര്യം കണ്ട് പകച്ചുപോയി. അവളെ കിടക്കയിലേക്ക് ആനയിച്ചു. നേരം വെളുക്കുവോളം നിദ്ര വെടിഞ്ഞ് ഞങ്ങൾ രസിച്ചു. അവസാന ദിവസം പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെയെല്ലാം സ്നേഹഭാജനമായ അങ്ങയോട് വിട പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പും പല പുരുഷന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും മറ്റു പലരും വരികയും ചെയ്യും. പക്ഷേ പ്രണയകേളികളിൽ മറ്റെല്ലാവരെയും അങ്ങ് പിന്നിലാക്കി കളഞ്ഞു. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ ചോദിച്ചു. ഒരു രാജാവിന് പല ഭാര്യമാരിലുണ്ടായ സന്താനങ്ങളാണ് ഞങ്ങൾ. എല്ലാ കൊല്ലവും 40 ദിവസം ഞങ്ങൾ അച്ഛനമ്മമാരെ കാണാൻ പോവുക പതിവാണ്. ഇപ്പോൾ അതിനുള്ള സമയമായി. നിങ്ങൾ മടങ്ങി വരുന്നതുവരെ ഞാൻ ഇവിടെ താമസിക്കാം. അങ്ങനെയാവട്ടെ, അവർ പറഞ്ഞു. ഇത് താങ്കളുടെ വീടാണെന്ന് കരുതുക. ഇതാ, ഈ താക്കോലുകൾ സൂക്ഷിച്ചു വെക്കണം.
ചെമ്പിൾ തകിട് പൊതിഞ്ഞ ഒരു വാതിലുണ്ട്. അതുമാത്രം തുറക്കാൻ പാടില്ല. തുറക്കുകയാണെങ്കിൽ വലിയ ആപത്തുണ്ടാകും. കരുതിയിരിക്കുക. പെൺകുട്ടികൾ ഓരോരുത്തരായി എന്നെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് യാത്ര പറഞ്ഞു. അവർ പോയപ്പോൾ ഞാൻ താക്കോൽ കൂട്ടവുമായി കൊട്ടാരത്തിലെ ഓരോ മുറിയും പരിശോധിച്ചു. ഒന്നാമത്തെ വാതിൽ തുറന്നപ്പോൾ അത്യപൂർവമായ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനം കണ്ടു. വാഴപ്പഴങ്ങളും മുന്തിരിയും ആപ്പിളും ഈന്തപ്പഴവും ഞാൻ മതിയാവോളം തിന്നു. രണ്ടാമത്തെ വാതിൽ തുറന്നതാകട്ടെ പൂക്കളുടെ മായാലോകത്തിലേക്കാണ്. റോസ്, ജമന്തി, മുല്ല, പിച്ചി എന്നുവേണ്ട ലോകത്തിലെ എല്ലാ പൂക്കളും അവിടെ ഉണ്ടായിരുന്നു. പൂമണം നിറഞ്ഞ കാറ്റ് ശ്വസിച്ച് അല്ലാഹുവിൻ്റെ ദയാവായ്പിന് നന്ദി പറഞ്ഞ് മൂന്നാമത്തെ വാതിൽ ഞാൻ തുറന്നു. പല ജാതി പക്ഷികളുടെ കേളി രംഗമായിരുന്നു ആ സ്ഥലം. ചന്ദനമരത്തിൻ്റെ തൂണുകളിൽ വല വിരിച്ച് കൂടുണ്ടാക്കിയാണ് കിളികളെ വളർത്തിയിരുന്നത്. എന്തെല്ലാം നിറങ്ങൾ! എത്ര മനോഹരമായ സംഗീതം! രത്നക്കല്ലുകൾ കൊണ്ടുള്ള പാത്രങ്ങളിൽ കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ചിരുന്നു. രാത്രിയാകുന്നതുവരെ ആ സൗന്ദര്യ ദൃശ്യം ആസ്വദിച്ച് ഞാനിരുന്നു. പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഉറക്കമെണീറ്റ് നാലാമത്തെ താക്കോൽ കൊണ്ട് നാലാമത്തെ മുറി തുറന്നു. അവിടെ വിസ്തൃതമായൊരു മുറ്റമാണ്. മുറ്റത്തിനു ചുറ്റും വലിയ മണ്ഡപങ്ങൾ. ഓരോ മണ്ഡപത്തിൻ്റെയും വാതിൽ ഞാൻ തുറന്നു നോക്കി. ഒരു ദിവസം ഒരു വാതിൽ എന്ന കണക്കിന്. അതിനുള്ളിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ ഒരു ദിവസം മതിയാകുമായിരുന്നില്ല. ഒന്നിൽ രത്നങ്ങളാണ് നിറച്ചിട്ടുള്ളത്, മറ്റൊന്നിൽ പവിഴത്തിൻ്റെ കൂമ്പാരം, വേറൊന്നിൽ മരതകം. ഇങ്ങനെ ഭൂഗർഭത്തിലെ രത്നഖനികളെല്ലാം അവിടെയുണ്ടെന്ന് എനിക്ക് തോന്നി. പലതരം സ്വർണ്ണാഭരണങ്ങളാണ് വേറൊന്നിലുണ്ടായിരുന്നത്. മാലകൾ, വളകൾ, കർണാഭരണങ്ങൾ, കിരീടങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം! തിളങ്ങുന്ന വെള്ളിപ്പാത്രങ്ങളും ഉരുപ്പടികളും സംഭരിച്ചിരുന്ന ഒരു മുറിയും കണ്ടു. ഇങ്ങനെ വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. 40-ാം ദിവസം ഇന്നാണല്ലോ സുന്ദരിമാർ മടങ്ങി വരുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ടായി. തളിരിളം മേനികളുടെ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഏത് സുന്ദരിയായിരിക്കും ഇന്നത്തെ എൻ്റെ കിടസ്പറ സഖിയാകുന്നത്? ഞാൻ മനോരാജ്യത്തിൽ മുഴുകി. ഏറ്റവും അവസാനത്തെ വാതിലിന് മുന്നിൽ നിന്നായിരുന്നു എൻ്റെ ഈ മനോരാജ്യം. തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്ന ആ ചെമ്പുതകിട് പൊതിഞ്ഞ ആ വാതിലിന് മുമ്പിൽ. തുറന്നാൽ വൻ അപകടമുണ്ടാകുമെന്ന് പെൺകുട്ടികൾ ഓർമ്മപ്പെടുത്തിയിട്ട് പോയ ആ വാതിൽ തുറക്കാൻ കുമാരൻ തയ്യാറാകുമോ? നിങ്ങൾക്കറിയണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് പറയാനും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ.